ഇനി ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ചയിലേക്കാണ്. കിണറ്റിലകപ്പെട്ട വൃദ്ധ ദമ്പതികളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ഓമല്ലൂർ സ്വദേശികളായ ഗോപിനാഥനും പൊന്നമ്മയുമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പത്തനംതിട്ട ജില്ലയിലെ അഗ്നിരക്ഷാസേന വീണ്ടും രക്ഷാകരങ്ങൾ നീട്ടുകയാണ്. രാത്രി 11 മണിയോടെയാണ് ഓമല്ലൂർ സ്വദേശി ഗോപിനാഥൻ ഭാര്യ പൊന്നമ്മയെ തിരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് സ്വിച്ച് ഓൺ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ടോർച്ചാണ്. തൊട്ടപ്പുറത്ത് കണ്ട കിണറ്റിലേക്ക് അങ്കലാപ്പോടെയാണ് ഗോപിനാഥൻ നോക്കിയത്. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ഉടനെ എന്നെ മോനെ വിളിച്ചു. മോൻ വന്നു ടോർച്ച് എടുത്തുകൊണ്ട് വന്നപ്പം ഒരു ടോർച്ചും കൊണ്ടാണ് വന്നത്. അതിവിടെ വെച്ചേച്ചാൽ വെള്ളം കോരാനായിട്ട് പോയി. അതിൽ 4 ബാറ്ററിയുടെ വലിയ ടോർച്ച് ഉണ്ടായിരുന്നു. അവൻ ടോർച്ച് അടിച്ചപ്പോൾ ലൈറ്റ് തിളങ്ങുന്നത് കണ്ടു. അപ്പോൾ അവന് മനസ്സിലായി ഇവിടെ വന്നല്ലോ. വന്ന് കണ്ടി നോക്കിയപ്പോൾ വെള്ളം കോരാൻ പോയതായിരിക്കും. തണുത്ത ഐസ് വെള്ളം പോലത്തെ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കോരി ഒഴിക്കാൻ പോയത്. ഒരു നിമിഷം പാഴാക്കാതെ 80-കാരൻ ഗോപിനാഥൻ കിണറ്റിലേക്ക് ഇറങ്ങി. ഒരു ഏണിയുണ്ട്, ചെറിയ കൊടിക്കാത്ത ഏണിയുണ്ട്. അത് താത്ത് വെച്ചിട്ട് ഒരു കയറ് ആ കവുങ്ങ കെട്ടി കെട്ടി വെച്ച് കയറിലോട്ട് പിടിച്ചു. നല്ല കയറായിരുന്നു. അതേ കൂടെ ഞാൻ പഠിച്ചെന്ന് പൊക്കി ഞാൻ നൂത്ത് പിടിച്ചു. അവർ വരുന്നവരെ ഞാൻ നൂത്ത് പിടിച്ചു. അതല്ലേ അവിടെ കിടന്ന് വെള്ളം കുടിക്കുമല്ലേ. ഒടുവിൽ രക്ഷയ്ക്കായി അഗ്നിരക്ഷാസേന എത്തി. 2 പേരെയും രക്ഷപ്പെടുത്തി. സമയത്തും കളയാതെ തന്നെ 2 പേര്, പ്രദീപ്, ഷൈജു എന്ന് പറയുന്ന 2 പേര് കിണറ്റിലിറങ്ങുകയും ആദ്യം തന്നെ നമ്മളിപ്പോൾ കരയ്ക്കുന്ന ആൾക്കാരെ നെറ്റിട്ട് കൊടുത്തു. നെറ്റിൽ തന്നെ അമ്മയെ പെട്ടെന്ന് തന്നെ മുകളിൽ കയറ്റി. പിന്നീട് അച്ഛനെയും നമ്മൾ പുറത്തെത്തിക്കുകയായിരുന്നു ചെയ്തത്. 30 അടിയോളം താഴ്ചയും വെള്ളം ഉണ്ടായിരുന്നു. 6 അടിയോളം വെള്ളം ഉണ്ടായിരുന്നു. 6 അടി വ്യാസം ഉണ്ടായിരുന്നു. അപ്പം 2 ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അച്ഛൻ വളരെ ക്ഷീണിച്ച് അവശനായിട്ട് നിൽക്കുകയായിരുന്നു. ഈ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി എത്രയും പ്രായമുള്ള ആളാണ്. ഒരു ഒറ്റ ഏണിയുടെ സഹായത്തോടെയാണ് അച്ഛൻ ഇറങ്ങിയത്. രാത്രിയിൽ വെള്ളം കോരാനോ മറ്റുമായാണ് പൊന്നമ്മ കിണറ്റിനരികിലേക്ക് പോയത്. സ്ഥലത്തെത്തിയപ്പോൾ ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. തുടർന്നാണ് കിണറ്റിലേക്ക് വീണത്. സാരമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാനായതിന്റെ ആശ്വാസത്തിലാണ് ദമ്പതികൾ. അഗ്നിരക്ഷാസേന വീണ്ടും സഹായമാകുന്ന താങ്ങാകുന്നതിൻ്റെ കാഴ്ചയാണ് ഓമല്ലൂരിൽ നിന്ന് കാണുന്നത്. അതിജീവന കഥയെന്ന് പലരും വിശേഷിപ്പിക്കുമെങ്കിലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്നേഹത്തിൻ്റെ പുറത്ത് ഉത്തരവാദിത്തത്തോടെ അപ്പച്ചൻ ഇറങ്ങിയതാണ്. ഇറങ്ങിയ ശേഷം ഇത്തരത്തിൽ അഗ്നിരക്ഷാസേന എത്തി പൂർണ്ണമായി 2 പേരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ കഥ ഈ പറയുന്നത് പോലെ മറ്റ് പ്രത്യേകതകളൊന്നുമില്ല. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് മാത്രം പറഞ്ഞു ചുരുക്കുകയാണ്. രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ഒരു രക്ഷാപ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് എൻ്റെ മനസ്സിനെ ഏറെ തൊട്ടത് ആ 2 മനുഷ്യരും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു ആഴമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് നിന്നും സമാനമായ രീതിയിലൊരു വാർത്തയുണ്ടായിരുന്നു. കിണറ്റിൽ ഭർത്താവ് വീണപ്പോൾ ഭാര്യ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ ഇപ്പോൾ എന്തായാലും രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി മാതൃകയായത് ഭർത്താവാണ്. എന്തായാലും ആ സ്നേഹത്തിൻ്റെ കാഴ്ച കാണുമ്പോൾ വലിയ സന്തോഷം. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട് തത്സമയം. രാഹുൽ, ആ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവ് തന്നെ ആ കിണറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു. പക്ഷെ 2 പേരും ഒരുപോലെ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് കൃത്യസമയത്ത് ഫയർഫോഴ്സ് എത്തി 2 പേരെയും രക്ഷിച്ചു. പക്ഷെ അവരുടെ ആ ഒരു സ്നേഹത്തിന്റെ കാഴ്ച കാണുമ്പോൾ, ആ ഒരു കരുതൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു ചെറിയ സന്തോഷം തോന്നുന്നു. ഈ വാർത്ത അറിഞ്ഞ് ഓമല്ലൂരിൽ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് പോകുമ്പോൾ കാര്യം പറയാനുള്ള മടിയൊന്നും അദ്ദേഹം കാണിച്ചില്ല. പ്രധാനമായും ഇങ്ങനൊരു അപകടം ഉണ്ടായ ശേഷം താൻ കിണറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു. കാരണം നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ പശ്ചാത്തലവും കാര്യങ്ങളും സന്ദർഭവും അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഒരുപക്ഷെ നമ്മൾ സ്നേഹത്തിന് വേണ്ടി, ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുമെന്ന് പറയുമല്ലോ. അതേപോലെ ആയിരുന്നു നമ്മൾ ഈ കഥയിൽ പറയുന്നത് പോലെ അന്ന് രാത്രി അമ്മയ്ക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അങ്ങനെ ഈ എന്തോ ആവശ്യത്തിനായി ഈ ആ കിണറുമായി ബന്ധപ്പെട്ട് വെള്ളം കയറാനോ മറ്റോ അവിടെ പോകുന്നു. ആ സമയത്താണ് ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സോഡിയം കുറയുന്ന തരത്തിലേക്കുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത്.
അങ്ങനെ അമ്മ കിണറ്റിലേക്ക് വീണു എന്നാണ് അച്ഛൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് അപ്പോൾ തന്നെ ഈ കിണറിൽ ഇറങ്ങിയൊക്കെ ശീലമുള്ളത് കൊണ്ടാണ് ഇറങ്ങിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ പറയുന്നത് പോലെ നമ്മൾ ഈ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോയി രക്ഷപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോഴും ജാഗ്രത ഉണ്ടാകണം എന്നുള്ള കാര്യമുണ്ട്. അതുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. കാരണം ഞാൻ ഇപ്പോഴും ഇറങ്ങുന്ന കിണറാണ്, ഏണി വെച്ച് ഇറങ്ങുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് അമ്മയും ഒപ്പം എടുത്തുകൊണ്ട് കയറി വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധിയായി നിന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ആരായാലും എല്ലാവരോടും ഈ പറയുന്നത് പോലെ എന്താ പറയുക, സ്നേഹമുള്ള ആത്മാർത്ഥതയുള്ള അഗ്നിരക്ഷാസേന അവിടെ എത്തുകയാണ്. നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പാണ് പത്തനംതിട്ട ജില്ലയിൽ ഒരു കുഞ്ഞു പൂച്ചയെ രക്ഷിച്ച ഒരു സ്റ്റോറി നൽകിയത്. അതുപോലെ രക്ഷാകരം വീണ്ടും നീട്ടുകയാണ് അഗ്നിരക്ഷാസേന. ഓമല്ലൂരിൽ അങ്ങനെ രണ്ടുപേരെയും വൃദ്ധദമ്പതികൾ രണ്ടുപേരെയും അഗ്നിരക്ഷാസേന പുറത്തേക്ക് ഇറക്കുകയാണ്. സാരമായ പരിക്കുകളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരം. അപ്പോൾ എന്തായാലും ഇത്തരം സന്ദർഭങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പാഠം. മറ്റൊന്ന്, അപകടത്തിൽപ്പെട്ടാലും രക്ഷകരായി അഗ്നിരക്ഷാസേന തുടരുകയാണ് എന്നുള്ള ആപത്തിൽപ്പെട്ടാലും അവിടെ രക്ഷകരായി അഗ്നിരക്ഷാസേന എത്താറുണ്ട്. അത്തരത്തിലുള്ള നിരവധി കാഴ്ചകൾ നമ്മൾ തന്നെ തത്സമയ റിപ്പോർട്ടറിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ കാഴ്ചയും ആ സ്നേഹിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാനെത്തിയ ഫയർഫോഴ്സിന്റെ കഥയും എന്തായാലും നല്ല രസമുള്ള ഒരു കാഴ്ച, സ്നേഹം നിറയ്ക്കുന്ന ഒരു കാഴ്ച.